ഗൈസ്, ഇന്നലത്തെ മത്സരത്തിന് ശേഷം മനോലോ ഔട്ട് വിളി വരെയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം സ്റ്റിമാച്ച് ഔട്ട് വിളി നമുക്കറിയാം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ ചാനലിൽ നിന്നാണെങ്കിലും ഒരു സമയം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റിമാച്ചിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം പുള്ളി ഒരു 5 വർഷത്തോളം ഇവിടെ നിന്നിട്ടുണ്ടല്ലോ. അപ്പോൾ സ്റ്റിമാച്ചിനെ ഔട്ട് വിളിക്കുന്ന സമയത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ്, സ്റ്റിമാച്ച് പോവുക എന്നതിനപ്പുറത്തേക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ശരിയായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സീനിയർ ടീമിൻ്റെ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത്. സോ മനോല വരുന്ന സമയത്ത് ഇപ്പോൾ പലർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു ISL അദ്ദേഹത്തിൻ്റെ ഒരു അണ്ടർ ടീമുകൾ പെർഫോം ചെയ്യുന്നൊരു കാര്യം, പിന്നെ അദ്ദേഹം യങ് പ്ലേയേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷേ മനോലയുടെ കാര്യത്തിലേക്ക് സോഫാർ അങ്ങനെ വലിയ പോസിറ്റീവും കാര്യങ്ങളും, പ്രത്യേകിച്ച് റിസൾട്ടിൻ്റെ കാര്യമാണ്. ചിലപ്പം ഫുട്ബോളിൻ്റെ വൈസ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ റിസൾട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്ന സമയത്ത് അത്ര മികച്ച രൂപത്തിലല്ല സോഫാർ അദ്ദേഹത്തിൻ്റെ അണ്ടറിലുള്ളൊരു പെർഫോമൻസ് എന്ന് പറയുന്നത്. പക്ഷേ മനോല ഔട്ട് വിളിക്കാൻ ഉള്ള ടൈം ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. കാരണം പറഞ്ഞല്ലോ, ഒരു ISLും അല്ലെങ്കിൽ നാഷണൽ ടീമും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് മനോല അടക്കം മനസ്സിലാക്കിയത് വളരെ ലേറ്റായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡിനെതിരെ ഒരു നല്ല മാച്ച് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ അങ്ങനത്തെ ഒരു രീതിയിലല്ലായിരുന്നു. ഇപ്പം കൂടുതൽ പൊസഷൻ വെച്ചതാണെങ്കിലും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതാണെങ്കിലും ഒക്കെ ഇന്ത്യയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ 19ഓളം ഷോട്ടുകളാണ് വന്നിട്ടുള്ളത്. അതിൽ 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, തായ്ലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് 7 ഷോട്ടോ മറ്റോ വന്നിട്ടുള്ളത്, 3 ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 അവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇന്ത്യക്ക് ഓഫ് ടാർഗറ്റ് വന്നിട്ടുള്ള പോലും ക്ലിയർ കട്ട് ചാൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ 2 or 3 എണ്ണം പോലും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടായേനെ. അപ്പം ക്ലിയർ കട്ടായിട്ടുള്ള ചാൻസുകൾ കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ പരാജയപ്പെടും എന്നുള്ളതിന് ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു മത്സരം. അതല്ലാണ്ട് അത് ഇപ്പം ISLൊന്നും പോലെയല്ലല്ലോ, ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ അങ്ങനെ ഒരുപാട് സാധ്യതകൾ കിട്ടുന്നില്ല. കിട്ടുന്ന ചാൻസിൽ അടിച്ചിടുക. അപ്പം അതിന് ഇപ്പം മുമ്പ് ചേത്രി പ്രൈമിലൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയായിരുന്നു, കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അതേ ഉള്ളൊരു മാർഗം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ തോൽവി തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ മനോലയുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പം ടീം സെലക്ഷൻസിൻ്റെ ഭാഗത്തിൽ ഇപ്പം 11ലേക്ക് ഇപ്പം ആഷിഖ് കുരുണിയൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ആ ഒരു റോളിൽ കളിക്കുന്നത്. അത്ര സക്സസ്ഫുള്ളി ലെഫ്റ്റ് വിങ് കളിക്കുമ്പോഴത്തേക്കും കംഫർട്ടബിൾ ആണ്. നാഷണൽ ടീമിൽ എപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്ലെയറാണ്. ഈ ഒരു മാച്ച് ആഷിഖിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് ഗെയിം ആയിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പിന്നെ ആയുഷ് ഛേത്രി എന്ന് പറയുന്ന താരത്തെക്കാൾ എത്രയോ ബെറ്റർ പ്ലെയേഴ്സ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ആയുഷ് ഛേത്രി നാഷണൽ ടീമിൽ അദ്ദേഹത്തിന് കളിക്കാൻ ഒരു കേപ്പബിൾ അല്ല എന്നാണ് സോഫാർ തെളിയിക്കുന്നത്. ഇനി അത് മാറി മറിയോ എന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ ചരിത്രം ഉണ്ടായിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടും ആയുഷ് ഛേത്രിക്ക് തന്നെയാണ് അവസരം അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും ISLലെ പെർഫോമൻസ് വെച്ചിട്ട് നാഷണൽ ടീമിൻ്റെ കാര്യം ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണല്ലോ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീം. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ഇതൊരു പരീക്ഷണം എന്ന നിലയിലാണ് എടുത്തിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു. പക്ഷേ ഛേത്രിയെ തന്നെയാണ് ഒരു ക്വാളിഫയർ അല്ലാത്ത മത്സരത്തിൽ പോലും കോച്ച് പരിഗണിക്കുന്നത്. അപ്പം കൂടുതൽ ഗെയിം ടൈം യങ്സ്റ്റേഴ്സിന് കൊടുത്താലല്ലേ നമുക്ക് പ്ലെയേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ. ആ ഒരു പൊസിഷനിൽ ഛേത്രിന് എത്ര കാലം, 41 വയസ്സായിട്ടുള്ള പ്ലെയറാണ്. അപ്പം ആ ഒരു സാധ്യത കൂടി ഉപയോഗിക്കാതെ എന്തുകൊണ്ട് ഇപ്പോൾ ഛേത്രി വന്നതിന് ശേഷം ഫുൾ ടൈം ഛേത്രി ഉപയോഗിക്കുക എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുന്നത് മനോലയുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം സുഹേലിനെ പോലത്തേക്ക് ഒരു പ്ലെയറിനെയൊക്കെ ഇങ്ങനത്തെയൊക്കെ മാച്ചിൽ ഉപയോഗിക്കണം. ക്വാളിഫയറിൽ എന്താണെങ്കിലും ഛേത്രി തന്നെ ആയിരിക്കും കളിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇനിയിപ്പോൾ കോച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യം പറഞ്ഞ പോലെ കേപ്പബിൾ അല്ലാത്ത, നാഷണൽ ടീമിൽ കേപ്പബിൾ അല്ലാത്ത പ്ലെയേഴ്സിനെ കണ്ണും പൂട്ടി ഒഴിവാക്കാനുള്ളൊരു ധൈര്യം കാണിക്കുക. പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള അറിയാം, പക്ഷേ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുക. പിന്നെ ഈ മനോല ഔട്ട് വിളി എന്ന് പറയുന്നത് ശക്തമായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും മനോല ഔട്ട് ആരാധകർ ശക്തമായിട്ട് വിളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പുള്ളി ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ തന്നെ ഇറങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ISLൽ ഭയങ്കര കംഫർട്ടബിളാണ് കാര്യങ്ങൾ. അതേപോലെ അല്ല നാഷണൽ ടീമിലെ പല സാഹചര്യങ്ങളും അത്ര നല്ലതല്ല എന്നുള്ളത് പുള്ളി മനസ്സിലാക്കി മിക്കവാറും ഇപ്പം പറഞ്ഞ പോലെ ഒരു വിലയൊക്കെ ഉണ്ട്. അത് മിക്കവാറും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നാഷൻ്റെ മൊത്തത്തിലുള്ള തെറിവിളിയൊക്കെ ആയിട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഇപ്പം പോയാൽ കഴിഞ്ഞാൽ പുള്ളി സേഫ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം പുള്ളി പോകാം. അങ്ങനത്തെ ഒരു ഒരു ഡുവൽ മൈൻഡിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക.